നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വ്യക്തിപരമായ അധിക്ഷേപം നടത്തിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അമ്പലപ്പുഴയിലെ LDF സ്ഥാനാർത്ഥി എച്ച് സലാം. UDF സ്ഥാനാർത്ഥി ജി സുധാകരൻ പ്രവർത്തകരെയും തന്നെയും വ്യക്തിപരമായി അധിക്ഷേപിച്ചു. ജി സുധാകരന്റെ യഥാർത്ഥ മുഖം തെരഞ്ഞെടുപ്പിന് ശേഷം വ്യക്തമാക്കുമെന്നും എച്ച് സലാം പറഞ്ഞു. BJP സ്ഥാനാർത്ഥി അരുൺ അനിരുദ്ധൻ, അഡ്വക്കേറ്റ് ഗണേഷ് കുമാർ, BJP നേതാവ് ജയകൃഷ്ണൻ ഈ 3 പേർക്കെതിരായി നിയമ നടപടി സ്വീകരിക്കാൻ നിശ്ചയിച്ചു. കോടതി വഴി മാനനഷ്ട കേസ് ഫയൽ ചെയ്യാനും പോലീസ് സൂപ്രണ്ടിന് ജില്ലാ പോലീസ് മേധാവിക്ക് പോലീസ് നേരിട്ട് പരാതി നൽകാനുമാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. UDF സ്ഥാനാർത്ഥിയും തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഘട്ടം മുതൽ അവസാനം വരെ ഏറ്റവും അവസാനം പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം CS ജാഥയ്ക്കെതിരെയും ജാതിപരമായ നിലയിലേക്കൂടെ പരാമർശമാണ് നടത്തിയത്. സ്ഥാനാർത്ഥിയായ എന്നെ പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന നിലയിലേക്ക് സംസാരിക്കുന്ന സാഹചര്യം വന്നു. അതുപോലെ തന്നെ മറ്റു ചില സംഘടനകളുമായി എനിക്ക് ബന്ധമുണ്ട് എന്ന അർത്ഥം വരുന്ന രീതിയിലേക്ക് സംസാരിച്ചു. ഇത് BJP നടത്തിയ സ്റ്റേറ്റ്മെന്റിനോട് ചേർന്ന് അദ്ദേഹം നടത്തിയായിട്ടാണ് തോന്നുന്നത്. അദ്ദേഹത്തിനെതിരായി നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യം പാർട്ടിയുമായി ആലോചിച്ച് പാർട്ടി അനുവാദത്തോടു കൂടി ആ കാര്യവും തുടർന്ന് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. മനീഷ് മഹിപാലുണ്ട് വിവരങ്ങളുമായി. മനീഷ്, ജി സുധാകരനെ വ്യക്തിപരമായോ രാഷ്ട്രീയമായോ കൂടുതൽ പ്രകോപിപ്പിക്കേണ്ടതില്ല തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എന്നൊരു ധാരണയിലേക്ക് ഇടതുപക്ഷം എത്തിയിരുന്നു. ഇനിയിപ്പോ ഇലക്ഷൻ കഴിഞ്ഞു, റിസൾട്ട് വരാനിരിക്കുകയാണ്, ഇനിയാകാം എന്നാണോ? മാധു, നേരത്തെ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാതയ്ക്ക് എതിരെ അടക്കം വ്യക്തി അധിക്ഷേപം ജി സുധാകരൻ നടത്തിയിരുന്നു. ഇപ്പോഴിതാ ഇടത് സ്ഥാനാർത്ഥി എച്ച് സലാം ജി സുധാകരനെതിരെ മാത്രമല്ല BJP സ്ഥാനാർത്ഥി അനിരുദ്ധൻ, ഒപ്പം തന്നെ ഗണേഷ്, BJP പ്രവർത്തകനായ ജയകൃഷ്ണൻ എന്നിവർക്കെതിരെ കൂടി നിയമ നടപടി സ്വീകരിക്കും. നാളെ തന്നെ കോടതിയെയോ പോലീസിനെ തന്നെ സമീപിച്ചുകൊണ്ട് പരാതി കൈമാറും. മാനനഷ്ട കേസിനടക്കം നിയമ നടപടിയായി മുന്നോട്ട് പോകുമെന്നാണ് എച്ച് സലാം ഇന്ന് മാധ്യമപ്രവർത്തകരെ വിളിച്ചുകൊണ്ട് ഇക്കാര്യം ഔദ്യോഗികമായി തന്നെ അറിയിച്ചത്. ഇത്രയും ദിവസം പക്ഷെ എന്തുകൊണ്ടാണ് അതിന് കാലതാമസം ഉണ്ടായതിന് അടക്കമുള്ള കാര്യങ്ങളിൽ മറുപടിയില്ല. പക്ഷേ ഇപ്പോഴിതാ തന്നെ തീവ്രവാദിയായി ചിത്രീകരിച്ചു. ഒപ്പം തന്നെ പല കേസുകൾ, ക്രിമിനൽ കേസുകളിൽപ്പെട്ട തീവ്രവാദ ബന്ധമുള്ള ആളുകൾ എന്ന രീതിയിൽ പലരും വ്യാഖ്യാനിച്ചു.